ഹായ് ഗൈസ്, നമ്മൾ ഇനി പോകുന്നത് കൂർഗാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ കൂർഗിലെത്തി, പക്ഷെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫുൾ ഡേ കൂർഗിലാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ കൂർഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഇതൊരു കോട്ടേജ് പോലെയാണ്. ഇപ്പോൾ നമ്മൾ 4 പേര് ഇവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ അതേപോലെ ഫുൾ കോട്ടേജസ് ഉണ്ട്. അങ്ങോട്ട് കാണിച്ചേ, അവിടെ ഫുൾ കോട്ടേജ്, ഓരോ റൂമിൽ ഓരോ പിള്ളേരുണ്ട്. സോ ഗൈസ്, നമുക്ക് കൂർഗ് കാണാൻ പോവാം. റെഡിയല്ലേ? സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗവും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഇല്ല ഇവിടെ ഒന്നും. ഇവിടെ ഉണ്ട്. അങ്ങനെയുണ്ട് ഗൈസ്. പിന്നെ കർണാടകയുടെ ലാംഗ്വേജ് കേൾക്കുന്ന ഗൈസ്. എനിക്കൊന്ന് എന്തോ റേഡിയോ എന്തോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നത്. ഇവിടെ ഫുൾ മഞ്ഞാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ കണ്ണൊക്കെ ഉറങ്ങി എണീച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. കണ്ടാ, ബാക്കിലൊക്കെ മഞ്ഞുണ്ട്. ഇനി ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇറങ്ങി. ഇന്നലെ സത്യം പറഞ്ഞാൽ ബെല്ലൂർ വന്നിട്ട് ഒന്നുമില്ലായിരുന്നു. ആക്ച്വലി ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു. വാട്ടർ ആക്ടിവിറ്റീസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫോണും കൊണ്ട് വെള്ളത്തിനടിയിൽ മറ്റേ ബനാന റൈഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് വലിക്കുമ്പോൾ നമ്മളെല്ലാവരും താഴെയൊക്കെ വീഴുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ആരെയെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അതുകൊണ്ട് ബെല്ലൂറും കൂർഗും കൂടെ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാന്. പിന്നെ വേറൊരു ടാസ്ക് എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും അത് ചെയ്യുന്നതും എല്ലാം ഞാനാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ടൈമും നമുക്ക് എടുക്കേണ്ടി വരും. സോ അതൊന്നുമല്ല, ഇപ്പം എൻ്റെ ഹെൽത്ത് കുഴപ്പമില്ല. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിലും ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. എൻ്റെ മെമ്മറീസ് എനിക്ക് വയ്യാന്നും പറഞ്ഞ് മാറിയിരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിക്കും, ഐസ് വാട്ടർ കുടിക്കും, എല്ലാം ലൈക്ക് ഞാൻ ഈ ദിവസത്തേക്ക് വെച്ചേക്കുവാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് നമ്മളെ ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഇനി നമ്മൾ കൂർഗ് കാണാൻ പോവാം. ഇതാണേ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഗൈസ്, ഇപ്പം നമ്മൾ ഹാരംഗി ഡാമിലെത്തിയേ. കൂർഗിലുള്ള ബാക്കിലൊരു സ്ക്വാഡ് തന്നെയുണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോകുന്നു. ഞാനാണ് ഫ്രണ്ട് നയിക്കുന്നത് നിങ്ങളെല്ലാവരും. നമസ്കാരം എന്നല്ലാതെ വെൽക്കം എന്നാണ് എഴുതിയേക്കണത്. ഹാരംഗി ഡാമിലാണ്. ഡാമിൽ അങ്ങനെ ഒന്നും കാണാനൊന്നും ഇല്ല. ഗോൾഡൻ ടെമ്പിൾ പോവേ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നല്ലതാണെന്ന് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹാരംഗി ഡാമിൽ ആക്ച്വലി ഒന്നുമില്ല കാണാൻ. ഒന്നുമില്ലായിരുന്നു. ചുമ്മാ നമ്മൾ പോയിട്ട് വന്നു. ചുമ്മാ ഒരു 2 പൂവും ഒരു മരമുണ്ട്, അത് ഗാർഡനായി തന്നെ. സത്യം ഒന്നുമില്ല കാണാൻ. നമ്മൾ ചുമ്മാ പോയിട്ട് വെള്ളം മേടിക്കാൻ പോലും ഒരു ഷോപ്പും ഇല്ല. എന്നിട്ടാണെങ്കിൽ ഒരു കുരങ്ങനെ മാത്രമേ ഉള്ളൂ. ഇനി കൂർഗിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളത് ഈ ബാംബു ഫോറസ്റ്റ്, നിസർഗമ, ഗോൾഡൻ ടെമ്പിൾ ആണ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുക. ഇത് വന്നിട്ട് ബാംബു ഫോറസ്റ്റ് ആണ്. നല്ല മീനൊക്കെ കാണാൻ പറ്റും. മഴ വെള്ളമാണ്. ബ്രിഡ്ജിൽ കൂടെ നടന്ന് പോകാം. അപ്പോൾ ഈ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേർഡ്സിൻ്റെ ഒരു കുഞ്ഞ് മ്യൂസിയം. ഓസ്ട്രിച്ച് ഡിസ്നി ചാനൽ പോലാണ്. മോസ്റ്റ് ഹൈയസ്റ്റ് ബേർഡ്. ഇതിൻ്റെ കളറ് വേറെയാണ്, വേറെ ബ്ലാക്ക് കളറും ഉണ്ട്. ഇവിടെ കണ്ണ് തന്നെ ഉണ്ട്, ഒരു എൻ്റെ ഒരു കൈയുടെ അത്ര. ഓക്കെ, ഭംഗിയാണ്. ഇത്രയും സൂമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സൂവിലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടുത്ത് കാണുന്ന ഫസ്റ്റ് ടൈമാണ്. വലുതാ. ഇതിൻ്റെ എഗ്ഗും നല്ല വലുതാണല്ലേ. നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ കഴിയും. Let's feed the birds.
ഓക്കെ. അമ്മ അയ്യോ പാവം. കൈ കഴിക്കുന്നത് കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോണം. ഇവിടെ റിവറുണ്ട്. ഇവിടെ പൈമാരൊക്കെ കുളിക്കുകയാണ്. ഞാൻ കുളിക്കാൻ ഇറങ്ങിയില്ല, വയ്യല്ലോ. സോ കാലൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുക. ഞാൻ ഓർമ്മയ്ക്കായി കുറച്ച് കല്ലുകൾ എടുത്തു ഗൈസ്, കൂർഗിൻ്റെ ഓർമ്മയ്ക്കായി. ഇവിടെ കൂർഗിൽ മെയിൻലി നോക്കുന്നത് എന്തോന്ന് ഇതാണ്, ഷോപ്പിംഗ് ആണ് കൂർഗിൽ മെയിൻലി. അപ്പോൾ ഷോപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞില്ല, ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇച്ചിരി ഹൈഡ്രേറ്റഡ് ആവാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. ഒരു ഷോപ്പാണ് കൂർഗിൽ എന്ന് വെച്ചാൽ ഫുൾ എല്ലായിടത്തും എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കാം. ഓക്കെ, എനിക്കൊരു തായ്ലൻഡ് എഫക്റ്റ് ഒക്കെ തോന്നുന്നു. സൈഡിൽ ഷോപ്പ് ഇവിടെ ഫുള്ള് അല്ലേ സ്ട്രീറ്റ് ഫുഡ് പോലെ. അതേപോലെ ഇത് കണ്ടിട്ടില്ല, എന്നിട്ടും തായ്ലൻഡ് പോലെ തോന്നുന്നു. സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ അത്രേ ഉള്ളൂ. ഗൈസ് ഇവ ഒരു ടെൻഡർ കോക്കനട്ട് പറഞ്ഞേ, അപ്പോഴത്തേക്ക് ടെൻഡർ കോക്കനട്ടും അതിന്റെ കാമ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാൻ പറഞ്ഞോളൂ. ഹായ്, ഇതാണ് കേട്ടോ എൻ്റെ സാൻഡ്വിച്ച്. 1 മണിക്കൂറായി പറഞ്ഞു. നല്ല മലേഷ്യൻ ടച്ച് ഉണ്ട് ആ ബിൽഡിംഗ് കാണാൻ. അയ്യോ എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഫുൾ ടൈം വ്ളോഗിങ് ചെയ്യാത്തത്, അടങ്ങിയിരിക്കുന്നത്. എനിക്ക് വയ്യ, ശബ്ദമൊന്നുമില്ല. ഇതൊക്കെയാണ് ഗൈസ് ഗോൾഡൻ ഈ ഒരു ടെമ്പിളിൻ്റെ അകത്തുള്ളത്. എൻ്റെ ചെവിയൊന്നും എനിക്ക് കേട്ടുകൂടാ. ഓ, അതും വേറൊരു പാലസ് ആണല്ലേ, അതും കൊള്ളാം. എല്ലാത്തിൻ്റെ ആർക്കിടെക്ചർ കൊള്ളാം. ടെമ്പിളിൻ്റെ അകത്ത് കയറാം. കൊള്ളാം, ഒക്കെ അറിയാം. സൂപ്പറാ. ഭയങ്കര വലുതല്ലേ ശില്പങ്ങളൊക്കെ. പിന്നെ കറുത്തങ്ങളൊക്കെ എന്തുവാണോ, ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല വലുതാണ്. ഇതൊക്കെ ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ ഗൈസ്, മിക്ക സ്ഥലത്തും നോ എൻട്രി. നമുക്കൊന്ന് ഈ ഇവിടെ നിന്ന് പഠിക്കുന്ന കുഞ്ഞു പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ കൂടുതലും പെർമിഷൻസ് ഒക്കെ ഉള്ളു. വിസിറ്റേഴ്സിന് അങ്ങനെ കാണാനും വേണ്ടി ഒന്നുമില്ല. ആ ഒരു 2-3 വലിയ സ്റ്റാച്യൂസൊക്കെ തന്നെ ആ ടെമ്പിളിലുള്ള, ഒന്നുമില്ല. പിന്നെന്താ, നമ്മളിവിടെ ഒരു അടുത്തൊരു കഫേ ഉണ്ട് ഈ ആൾക്കാർ നടത്തുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ പറഞ്ഞ ആ കഫേയിൽ എന്തോന്ന് കുംഫൻ കഫേ ഫുഡ്, ഇവിടെ പോവാന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മൾ ഈ കഫേയിൽ വന്നിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. കാരണം നമ്മൾ പാക്കേജിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. സോ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ അവിടെ മോമോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോന്ന് നൂഡിൽസൊക്കെ മറ്റേ ചോപ്പ് സ്റ്റിക്കിലാണ് കൊടുക്കുന്നത്. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ കഴിച്ചിറങ്ങിയതേ ഉള്ളൂ ബിരിയാണി. ഇനി കഴിക്കാൻ ശരിയാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കഴിക്കൂലായിരുന്നു അല്ലേ. കുഴപ്പമില്ല, പിന്നെ ട്രൈ ചെയ്യാം.
ഇതാണ് ഞാൻ പറഞ്ഞ പീച്ച് ഐസ് ടീ. ലൈമാണ്. എങ്ങനെയുണ്ട് ലൈമ്? ലൈം സൂപ്പർ. നല്ല റിഫ്രഷിങ്. കിട്ടുന്നില്ലേ? ബാക്ക് സൈഡ് ആയിരിക്കും. കേൾക്കുന്നില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് കോളേജിലെത്തി. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല എന്നൊന്നും. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഇനി അറിയത്തുള്ളൂ എന്തൊക്കെ വന്നില്ല എന്നൊക്കെ. ഇന്നലെ വയനാടൊക്കെ പോയായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അവസാന സമയമായപ്പം ഫോണൊന്നും എടുക്കാൻ തോന്നിയില്ല. ഇവരുടെ കൂടെ തന്നെ അങ്ങ് നിന്ന് എൻജോയ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ പോയി. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ ഐ ഹോപ്പ് യു ഗൈസ് ലവ്ഡ് ഇറ്റ്. എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക. സോ ബൈ. കുക്കീസ് ഞാൻ കഴിച്ചോളൂ.